അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 4 ചൊവ്വാഴ്ച. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതി അനുമതി നൽകി. 25 വ്യവസ്ഥകളോടെയാണ് അനുമതി നൽകിയത്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ തുരങ്കപാത നിർമ്മാണം അതീവ ശ്രദ്ധയോടെ വേണമെന്ന് സമിതി നിർദ്ദേശിച്ചു. വന്യജീവികളുടെയും ആദിവാസികൾ അടക്കമുള്ള മനുഷ്യരുടെയും പ്രശ്നങ്ങൾ പരിഗണിക്കണമെന്നും നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്തെ റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതിയിൽ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നിർദ്ദേശം. സംസ്ഥാനത്തെ കോളേജുകളിലും സ്കൂളുകളിലും റാഗിംഗ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സർക്കാരിനോട് മറുപടി നൽകാൻ ആവശ്യപ്പെട്ടു. ആശാവർക്കർമാരുടെ സമരത്തിനെ പിന്തുണച്ച് സർക്കാരിനെതിരെയും മന്ത്രി വീണ ജോർജിനെതിരെയും ആഞ്ഞടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. ആശാവർക്കർമാരുടെ 7000 രൂപ പോലും കഴിഞ്ഞ 3 മാസം മുടങ്ങിയെന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരക്കാർക്കെതിരെ എന്തൊക്കെ ആക്ഷേപമാണ് നടത്തുന്നതെന്നും ചോദിച്ചു. പ്രകടന പത്രികയിൽ മിനിമം കൂലി 700 രൂപയാക്കും എന്ന് വാഗ്ദാനം ചെയ്ത സർക്കാരാണിതെന്നും അധികകാലം ഓഫീസിൽ ഇരിക്കാമെന്ന് ആരോഗ്യമന്ത്രി കരുതേണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. SUCIയുടെ നാവായി MLA രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ഓണറ്റേറിയം വർദ്ധിപ്പിക്കണമെന്ന് തന്നെയാണ് സർക്കാർ നിലപാടെന്നും സമരക്കാരുമായി കഴിഞ്ഞ 15-ന് വിശദമായ ചർച്ച ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. വീട്ടിൽ വന്നപ്പോൾ അധിക്ഷേപിച്ചു എന്ന SUCIU നേതാവിന്റെ അതേ കള്ളം ആണ് പാലക്കാട് MLA ആവർത്തിക്കുന്നതെന്നും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും വീണ ജോർജ് പറഞ്ഞു. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ്സുകാരൻ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് പിതാവ് മുഹമ്മദ് ഇക്ബാൽ. പ്രതികൾ 6 വിദ്യാർത്ഥികളിൽ ഒതുങ്ങില്ലെന്നും കൂടുതൽ പേർ ഇനിയും പിടിയിലാകാനുണ്ടെന്നും കുട്ടികൾ പേടിച്ചിട്ട് മറ്റുള്ളവരുടെ പേരുകൾ പറയുന്നില്ലെന്നും ഇക്ബാൽ ആരോപിച്ചു. മർദ്ദിക്കുമ്പോൾ ചുറ്റും കൂടി നിന്നവരിൽ രക്ഷിതാക്കൾ ഉണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. താമരശ്ശേരിയിലെ ഷഹബാസിന്റെ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥി കൂടി കസ്റ്റഡിയിൽ. ഇതോടെ കുറ്റാരോപിതരുടെ എണ്ണം 6 കൊലപാതകവുമായി ബന്ധപ്പെട്ട് 5 പേരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരെ ജുവനൈൽ ജസ്റ്റിസ് ഹോമിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ ഇവർ 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് പ്രതിപക്ഷ സംഘടനകൾ ഉയർത്തിയത്. പൂക്കോട് സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന് മർദ്ദനമേറ്റ സംഭവത്തിൽ നടപടി നേരിട്ട 2 വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അനുമതി. ഇവരെ 1 വർഷത്തേക്ക് കോളേജിൽ നിന്ന് പുറത്താക്കിയിരുന്നു. 1 വർഷം പൂർത്തിയായ സാഹചര്യത്തിലാണ് തിരിച്ചെടുത്തത്. പ്രതികൾക്ക് മണ്ണുത്തിയിൽ തുടർ പഠനത്തിന് അനുമതി നൽകിയതിനെതിരായ ഹർജി നിലവിൽ കോടതിയുടെ പരിഗണനയിലുണ്ട്. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കിൽ ലക്ഷങ്ങളുടെ ക്രമക്കേട്. പാലക്കാട് തണ്ണീരങ്കാട് സഹകരണ ബാങ്കിൽ 85 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ആലത്തൂർ സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 4 ജീവനക്കാർക്കെതിരെ കുഴൽമന്ദം പോലീസ് കേസെടുത്തു. കോട്ടയം മണ്ണാർക്കാട് ചോക്ലേറ്റ് കഴിച്ച വിദ്യാർത്ഥി അസ്വസ്ഥനായ സംഭവത്തിൽ തുമ്പുകിട്ടാതെ പോലീസ്. ലഹരിയുടെ അംശം ഉള്ളിൽ ചെന്നത് മിഠായിയിൽ നിന്നാണെന്ന് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അതേസമയം കുട്ടിക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് സംശയം. കേസിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ നടന്നുവരികയാണ്.
മുഖ്യമന്ത്രി പിണറായി വിജയന് സംസ്ഥാന കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും CPM ഇളവ് നൽകും. പ്രായപരിധി പിണറായി വിജയന് ബാധകമാകില്ല. കണ്ണൂരിൽ നിന്നുള്ള മറ്റൊരു മുതിർന്ന നേതാവായ EP ജയരാജനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലനിർത്താനും ധാരണയായെന്നാണ് ഉന്നത പാർട്ടി വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. സമ്മേളന സമയത്ത് പ്രായപരിധി 75 ആകുന്നതുവരെ ഒഴിവാക്കാനാണ് വ്യവസ്ഥയെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന വിശദീകരണം. അതിനാൽ EPക്കും തൽക്കാലം കേന്ദ്ര കമ്മിറ്റിയിൽ തുടരാം. നിയമസഭയിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന ആവർത്തിച്ചുള്ള വിളിയിൽ പ്രതികരിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന വിളി അഹംഭാവം നിറഞ്ഞതാണെന്നും ഇതിന് മരുന്നില്ലെന്നുമാണ് EPയുടെ വിമർശനം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊള്ളില്ലെന്നും തനിക്കാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രാപ്തിയെന്നും കോൺഗ്രസുകാരെ ബോധ്യപ്പെടുത്താനുമാണ് ചെന്നിത്തല ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതെന്നും ജയരാജൻ പറഞ്ഞു. അതിരപ്പള്ളിയിൽ മസ്തകത്തിൽ പരിക്കേറ്റ ആനയ്ക്ക് ശേഷം മറ്റൊരു കാട്ടാനയ്ക്ക് കൂടി പരിക്കേറ്റതായി വിവരം. ജനവാസ കേന്ദ്രങ്ങളിലെ സ്ഥിര സാന്നിധ്യമായ ഏഴാറ്റുമുഖം ഗണപതി എന്ന് വിളിക്കുന്ന കാട്ടുകൊമ്പനാണ് കാലിന് പരിക്കേറ്റത്. ആനയെ നിരീക്ഷിക്കാൻ ഡോക്ടർമാരുടെ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. തൃപ്പൂണിത്തുറയിൽ 14-കാരൻ ഫ്ളാറ്റിൽ നിന്ന് ചാടി മരിച്ച സംഭവത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ്. കുടുംബം ഉന്നയിച്ച റാഗിംഗ് പരാതിയിൽ തെളിവുകൾ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. സ്കൂളിന് പുറത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കുട്ടിയെ അലട്ടിയിരുന്നോ എന്ന കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തിയ ശേഷം അന്തിമ റിപ്പോർട്ട് ഉടൻ പോലീസ് കോടതിയിൽ സമർപ്പിക്കും. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട കേസിലാണ് ED അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടെ ഡൽഹിയിൽ വെച്ച് കസ്റ്റഡിയിലെടുത്തതായാണ് റിപ്പോർട്ടുകൾ. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ളത് വാങ്ങി കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാർ. രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് കേസെടുത്തു. ദേവസ്വം ജീവനക്കാരടക്കം 4 പേരെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് മാനേജറുടെ ചുമതല വഹിക്കുന്ന ജീവനക്കാരി, ആന ഉടമ, പാപ്പാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. നാട്ടാന പരിപാലന ചട്ടലംഘനം, വന്യജീവി സംരക്ഷണ നിയമം പാലിക്കാത്തത് ഇവ മുൻനിർത്തിയാണ് കേസ്. വടകര ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 908 ഗ്രാം പണയ സ്വർണം കൂടി അന്വേഷണ സംഘം കണ്ടെത്തി. കേസ് അന്വേഷിക്കുന്ന ജില്ലാ ക്രൈംബ്രാഞ്ച് സംഘമാണ് തിരുപ്പൂരിലെ CSB ബാങ്കിന്റെ 2 ശാഖകളിൽ നടത്തിയ പരിശോധനയിൽ സ്വർണം കണ്ടെത്തിയത്. പ്രതി മധ ജയകുമാർ പകരം വെച്ച 26 കിലോ വ്യാജ സ്വർണം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. കാസർഗോഡ് പടന്ന വലിയപറമ്പ് സ്വദേശിയായ നികിത ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ചതിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ. മാനസിക പീഡനമാണ് കാരണമെന്നാണ് പരാതി. കേസ് അന്വേഷണത്തിൽ തളിപ്പറമ്പ് പോലീസ് മെല്ലെ പോക്ക് നയം സ്വീകരിക്കുന്നതായും ഇവർ ആരോപിക്കുന്നു. കഴിഞ്ഞ മാസം 17-നാണ് വലിയപറമ്പ് ബീച്ചാരക്കടവ് സ്വദേശിയായ KP നികിത തളിപ്പറമ്പ് നണിച്ചേരിയിലെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത്. അന്ധേരിയിൽ 30-കാരൻ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരം. 60% പൊള്ളലേറ്റ 17-കാരി മരണത്തോട് പോരാടുകയാണ്. അന്ധേരിയിലെ മാരോൾ സ്വദേശികളായ ജിതേന്ദ്രയും പെൺകുട്ടിയും സുഹൃത്തുക്കളായിരുന്നുവെന്നും പെൺകുട്ടിയോട് ഇയാൾ അതിക്രമം കാണിച്ചതിന് കാരണം വ്യക്തമായിട്ടില്ലെന്നും പോലീസ് പറഞ്ഞു. ഒരാളെ പാകിസ്ഥാനി എന്ന് വിളിക്കുന്നത് മതവികാരം വ്രണപ്പെടുത്തുന്ന കുറ്റമല്ലെന്ന് സുപ്രീം കോടതി. ഇത്തരം പ്രയോഗങ്ങൾ മോശമാണെന്നും എന്നാൽ മതവികാരം വ്രണപ്പെടുത്തുന്നതായി കണക്കാക്കാനാവില്ലെന്നും ജസ്റ്റിസ് നാഗരത്ന വ്യക്തമാക്കി. ജാർഖണ്ഡിൽ നിന്നുള്ള കേസിലാണ് കോടതി ഉത്തരവ്. രോഹിത് ശർമ്മയെ പറ്റിയുള്ള പ്രസ്താവനയിൽ മാപ്പ് പറയാൻ തയ്യാറല്ലെന്ന് കോൺഗ്രസ് വക്താവ് ഷമ മുഹമ്മദ്. താൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും കോൺഗ്രസ് പാർട്ടിക്ക് ഇതിൽ വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്നും ഷമ പറഞ്ഞു. അമിതവണ്ണത്തിനെതിരെ പ്രധാനമന്ത്രി തന്നെ ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നും ഷമ മുഹമ്മദ് പറഞ്ഞു. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ സെമി ഫൈനലിൽ ടോസ് നഷ്ടപ്പെട്ട ഇന്ത്യയ്ക്ക് ഫീൽഡിംഗ്. ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇത് തുടർച്ചയായ 14-ാം തവണയാണ് ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് ടോസ് നഷ്ടപ്പെടുന്നത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in
വാർത്തകൾ വിരൽ തുമ്പിൽ.